ബിസിനസ് ജീവിതത്തിൽ എല്ലാ ചാലഞ്ചുകളും നമുക്കൊരു വിജയത്തിനുള്ള ചാൻസ് തരും. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ബിസിനസ്, എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? നമ്മൾ നമ്മളോട് ചോദിക്കണം, എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മുടെ ലൈഫിൽ ഫ്രീഡം, നമ്മളെപ്പോഴും ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത്, ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതുവഴി നമ്മൾ പണം ഉണ്ടാക്കുകയാണെങ്കിൽ, നമുക്ക് എല്ലാ തലത്തിലും നമുക്ക് ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് ബിസിനസിന്റെ ഒരു യഥാർത്ഥ ഗുണങ്ങളിലൊന്ന്. ഞാൻ ബിസിനസ് പാഷനായ ഒരാളാണ്. എൻ്റെ പേര് ഷാനവാസ്. ഞാനൊരു ബിസിനസ് പ്രൊഫഷണലാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ബിസിനസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും നമുക്ക് ബിസിനസ് ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട് അല്ലെ? ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിൽ ബിസിനസ്സുമായി ബന്ധമുള്ളവരാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ കസ്റ്റമർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സപ്ലയർ ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്ന ആൾക്കാരെ അവരെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന ഹാർഡ് വർക്കും എഫേർട്ടും മൈൻഡ് പവറും ഒക്കെ ഒരു നമ്മളെയും കാട്ടി, നമ്മളൊരു സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളുകളെയും കാട്ടിയും ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു പവർഫുൾ ആയിരിക്കും ആ ബിസിനസ് ആളുകൾക്ക്, അല്ലെ? ശരിയല്ലേ? കാരണം നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ബിസിനസ് ഓണേഴ്സ്. ബിസിനസ് ഓണേഴ്സ് എന്ന് വെച്ചാൽ ആ കംഫർട്ട് സോണിനെ പൊട്ടിച്ച് പുറത്തു കടന്ന് അവർ ഒരുപാട് റിസ്കുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് ബിസിനസ്. അത് ബിസിനസ്, യുവർ ബിസിനസ് ഈസ് യുവർ എംപയർ. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സോ ബിസിനസ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഞാനൊരു ബിസിനസ് ചെയ്ത വ്യക്തിയാണ്, 2-3 ബിസിനസ്സുകൾ ചെയ്ത വ്യക്തിയാണ്. ആ ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിച്ച ആളാണ്. നഷ്ടങ്ങൾ സംഭവിച്ചു. ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറും ലാഭമൊന്നുമല്ല. ഒരിക്കലും ഒരു ബിസിനസ്മാനും പെട്ടെന്ന് ലാഭം മാത്രം ഉണ്ടാക്കുന്ന ആളുകളല്ല. അവർ ഫെയിലാവും. 1, 2, 3 അങ്ങനെ ഒരുപാട് തവണ ഫെയിലായി അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ടാണ് നല്ലൊരു ബിസിനസ് ഓണേഴ്സായി അവർ വളരുക. സോ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യമായി നമ്മൾക്ക് എന്ത് വേണം? നമുക്ക് കൃത്യമായൊരു ബിസിനസ് ഐഡിയ, ക്ലിയർ ബിസിനസ് ഐഡിയ ആൻഡ് പേർപ്പസ് ഉണ്ടായിരിക്കണം. ഇത് മസ്റ്റാണ് കേട്ടോ, വളരെ മസ്റ്റാണ്. ഈ ഒരു ബിസിനസ് ഐഡിയ എന്താണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് എന്നറിയാവോ? ഒരാൾ ഒരു ബിസിനസ് തുടങ്ങും, അതിൽ കുറച്ച് നല്ല രീതിയിൽ അയാളൊന്ന് രക്ഷപ്പെടുമ്പോൾ മറ്റേ ഒരാൾ അത് കണ്ടിട്ട് ഓടിച്ചാടി അതിന്റെ തൊട്ടടുത്ത് വേറൊരു ബിസിനസ് തുടങ്ങിയാണ്. എന്താ സംഭവിക്കുക? അത് കണ്ട് വേറൊരാൾ അതിൻ്റെ അടുത്ത് ബിസിനസ്. അപ്പോൾ റെസ്റ്റോറൻറ്റ്, ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റ് ഒരു സ്ഥലത്ത് തുടങ്ങി നല്ല രീതിയിൽ പോകുകയെന്ന് വിചാരിച്ചോ. അവിടെ പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞ ഒരു 5-6 റെസ്റ്റോറൻറ്റ് അതിന് അടുപ്പിച്ച് അങ്ങോട്ട് തുറക്കും. അപ്പൊ എന്താ സംഭവിക്കേ? എല്ലാവരും കച്ചവടം പോകും, ബിസിനസ് തകരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വന്തമായൊരു ബിസിനസ് ഐഡിയ വേണം. ബിസിനസ് എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്, ഇതൊക്കെയാണല്ലോ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും നമ്മൾ യുണീക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ കണ്ടെത്തി തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ബിസിനസ് തുടങ്ങുന്നതിന് ഒരു പർപ്പസ് സെറ്റ് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നത്? അതിനൊരു പർപ്പസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു വിജയത്തിൽ എത്താനും ഒരു സക്സസിലേക്ക് എത്താനൊക്കെ നമുക്കൊരു ആവേശമുണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരുടെ ബിസിനസ്സിനെ കണ്ട് കോപ്പി അടിച്ച് നമ്മൾ തുടങ്ങരുത്. കാരണം അയാൾ ചിലപ്പോൾ തുടങ്ങിയ ആ ഒരു സമയം, അല്ലെങ്കിൽ അയാൾ തുടങ്ങിയ ആ ഒരു 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 അയാളുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ആ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഓൺ ഐഡിയ, ഓൺ പ്രൊഡക്റ്റ്, ഓൺ ഒരു തിങ്ക് ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റൂ, അല്ലേ? അതായത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടുകളെല്ലാം വേസ്റ്റ് ആണ്. രണ്ടാമതായി നമ്മൾ മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് പെയിൻ. എന്താണ് മാർക്കറ്റിലെ പെയിൻ എന്നറിയണം. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പെയിൻ എന്താണ്? ഇതുണ്ടോ? കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ്, സാധനം വാങ്ങാൻ വരുന്നവരല്ല.
അവരുടെ ഒരു പ്രോബ്ലം സൊല്യൂഷന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇപ്പൊ ഒരു കസ്റ്റമർ റെസ്റ്റോറന്റ് ആണെങ്കിൽ ഒരു കസ്റ്റമർ വരുന്നത് എന്താണ് അവരുടെ പ്രോബ്ലം? വിശപ്പാണ് അല്ലെ? വിശപ്പ് കൊണ്ടാണ് നമ്മുടെ അവർ വരുന്നത്, വിശപ്പ് മാറ്റാനാണ്. അവരുടെ വയറ് നിറക്കുന്നത് കൂടെ അവരുടെ മനസ്സിനെയും നമ്മൾ നിറച്ച് നമ്മൾ അവരെ തിരിച്ചയക്കണം. അതാണ്. അങ്ങനെ നമ്മൾ കണ്ടു നോക്കണം. നമ്മുടെ ഒരു ബിസിനസ്, നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എല്ലാം തുടങ്ങുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആയിട്ട് റിലേറ്റ് ചെയ്യണം. ആ കസ്റ്റമേഴ്സിന്റെ ആ ഒരു പെയിൻ, ആ കസ്റ്റമേഴ്സിന് നമ്മളത് കൊടുക്കുമ്പോൾ അവർ അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ, അവർക്കുണ്ടാകുന്ന ഒരു ഒരു ആത്മാർത്ഥ സംതൃപ്തി, അതൊക്കെ നമ്മൾ കണ്ടു വേണം നമ്മളൊരു ബിസിനസ്സിനെ റൺ ചെയ്യാൻ. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ബിസിനസ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി. ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. നമ്മുടെ ബിസിനസ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയന്റഡോ ആയിക്കോട്ടെ, തീർച്ചയായും നമുക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് ചെയ്യണം, ബ്രാൻഡ് ചെയ്യണം. പിന്നെ നമുക്ക് നല്ലൊരു ഓപ്പറേഷൻ ടീം ഉണ്ടായിരിക്കണം. ആ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. ആ ടീം വർക്കാണ് ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കണം. കസ്റ്റമർക്ക് ഓഫേഴ്സ് അല്ലെ? നിങ്ങൾ കാണാം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഓഫേഴ്സും അവർക്കുള്ള ബെനിഫിറ്റ് ആണ്. കസ്റ്റമർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് അവർക്ക് നമ്മളത് കൊടുത്തിരിക്കണം. പിന്നെ മാർക്കറ്റിംഗ്, നമ്മൾ നമ്മുടെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് നമ്മൾ വേണ്ടത്. എല്ലാവരും നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം. പിന്നെയാണ് നമ്മൾ നല്ലൊരു സർവീസ് കൊടുത്താലുണ്ടല്ലോ, നമുക്കൊരു മൗത്ത് പബ്ലിസിറ്റി പോകാനുണ്ട്. ആ കസ്റ്റമറുടെ അവിടെ നല്ല പ്രൊഡക്റ്റ് ആണ്, അവിടെ നല്ല സർവീസ് ആണ് കേട്ടോ, അവിടെ പോകണം. അതിങ്ങനെ നമുക്ക് ഗ്രാജ്വലി കയറി വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കൃത്യമായി നമുക്കൊരു ബിസിനസ് പ്ലാനും സ്ട്രാറ്റജിയും ഉണ്ടായിരിക്കണം തീർച്ചയായും. നമ്മൾ നാലാമതായി ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. വളരെ നിർബന്ധമായ ഒരു ഇതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ജനറേഷന്, ഇന്നത്തെ എക്കണോമിക്ക് ഇല്ലാത്ത ഒരു കാര്യമാണിത്. ഫിനാൻഷ്യൽ കൺട്രോളിങ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മളൊരു ക്യാപിറ്റലുമായി ഒരു ബിസിനസ് തുടങ്ങും. ആ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ബിസിനസ് റൺ ചെയ്യാനുള്ള ക്യാഷ് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ആ ബിസിനസ് റൺ ചെയ്യാനും ആ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനും ഒക്കെയുള്ള പണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു കണക്കുകൾ, നമ്മളൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. കറക്റ്റ് പ്രോഫിറ്റ്, കറക്റ്റ് നമ്മുടെ പിന്നെ കോസ്റ്റ് കാര്യങ്ങൾ, നമ്മുടെ പർച്ചേസ് കാര്യങ്ങൾ, അതിനൊക്കെ ഒരു നല്ലൊരു സിസ്റ്റം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അക്കൗണ്ടബിലിറ്റി ഇല്ലെങ്കിൽ ഏത് ബിസിനസ്സും തകർന്ന് തരിപ്പണമാവും. നമുക്ക് മനസ്സിലാവില്ല എന്താണ് നടക്കുന്നതെന്ന്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മുടെ ഒരു വലിയ ഒരു പിന്നെ നമ്മുടെ ഒരു ടാർഗറ്റ് ആയിരിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മൾ 100% ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കൊരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യം? നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തുക. നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ആക്ഷൻസ് എടുക്കണം. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായി നോട്ട് ചെയ്ത് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ടൈം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള സമയമാണ്. സോ താങ്ക് യു. എന്നെ ഇത്ര നേരം കേട്ട എല്ലാ എൻ്റെ ശ്രോതാക്കൾക്കും താങ്ക് യു. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.